ഡിബേറ്റ് വിത്ത് മാധു സജി. മെയ് മാസം 19 ഹണിമൂൺ തുടക്കത്തിൽ FBയിൽ തള്ളിയൊരു ചിത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്നു: സമര കവാടം എന്ന വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് ആ മാധ്യമങ്ങൾ പറയുന്നത് എന്ന എടുത്തു പറയലിൽ ഉരലിങ് ഉരുളട്ടെ ഉലക്ക ചെന്നടിക്കട്ടെ എന്നൊരു ലാഭക്കണ്ണ് അന്നേ പ്രകടമായിരുന്നു. ഇന്നിപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണ്. കവാടത്തിൽ സമരങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു രസം, ഒരു പൂക്കിത്തരം. വേറെയുമുണ്ട് രസങ്ങൾ. പൊതുജനങ്ങളുടെ സന്ദർശന സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അംഗത്തേതിൽ നിന്ന് അനുമതി പത്രമുണ്ടെങ്കിലേ സെക്രട്ടേറിയറ്റ് പ്രവേശനമുള്ളൂ. അത് മതി. 10 വർഷം പറഞ്ഞതൊക്കെ പത്തായത്തിൽ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ചിരിച്ചു കാണിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. സംഘപരിവാറിനെ ചെറുക്കാൻ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി കൈപിടിച്ച് ഒന്നിച്ചു നിന്നിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്നു പറഞ്ഞത് ഡീലിനെ കുറിച്ച്. കടുത്ത വിമർശനമുയർത്തിയ ഇടതിനോട് നിങ്ങൾ ഇടതല്ല എന്ന് മാർക്കിടൽ. ഞങ്ങളാണ് കൂടുതൽ ഇടതെന്നായിരുന്നു VD സതീശനും പറഞ്ഞത്. ആ പറച്ചിലിലാകാം നെഹ്റു ഒരു പരിധിവരെ തെളിഞ്ഞു നിന്നത്. ആ നേരം ഇടത്തേക്ക് ചില തിരിഞ്ഞു നോക്കലുകളും കാണാമിന്ന്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാനും തെറ്റെന്നുറക്ക പറയാനും ഇടതു നേതാക്കൾ തയ്യാറാകുന്നുണ്ട്. ചോദ്യം ഇതാണ്: തിരുത്തി തുടങ്ങിയോ പുതിയ റോളിൽ? CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ, ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് പ്രവേശന നിയന്ത്രണം, പൊതുജനങ്ങൾക്ക് പ്രവേശന നിയന്ത്രണം, സമര കവാടത്തിന്റെ അടച്ചിടൽ? കേരളത്തിൽ എല്ലാ കാലത്തും പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ സന്ദർശന സമയം നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരുപാട് ആവശ്യക്കാരും ആവലാതിക്കാരുമായിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ് വന്നപ്പോൾ അന്ന് പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കണം എന്ന ആഗ്രഹം. അതിൻ്റെ ഭാഗമായി നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൽ ഓരോ മന്ത്രിമാരുടെയും മുറിയിലേക്ക് നിവേദനങ്ങളുമായി എത്തുന്ന ആളുകളുടെ എണ്ണം 1000 കണക്കിനായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് 3 മണി തൊട്ട് 5 മണി വരെ എന്ന് പറയുന്ന പഴയകാല സമയം വെച്ച് തുടക്കത്തിൽ തന്നെ തടയാൻ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. കാരണം വലിയ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാനാണ് ജനം തിരുവനന്തപുരത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്ന ആളുകൾ വരട്ടെ, അവരുടെ അപേക്ഷകൾ തരട്ടെ എന്ന് തന്നെയാണ് മന്ത്രിമാർ അവരുടെ ഏറ്റവും തിരക്കിനിടയിലും വിനയത്തോടെ ആളുകളെ കേൾക്കുകയും കാണുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്കാണ് ആളുകളുടെ പ്രവാഹം. ആ നിലയിൽ പലപ്പോഴും അവരുടെ ഔദ്യോഗിക നിർവഹണങ്ങൾ കൃത്യമായി പാലിച്ചു പോകാൻ കഴിയുന്നതിൽ തടസ്സമുണ്ടാകുന്നു എന്ന ബോധ്യം കൊണ്ടാണ് കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് വന്ന. നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ, അല്ലാതെ പുതിയതായിട്ടുള്ള നിയന്ത്രണമല്ല. നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് സന്ദർശന സമയമെന്ന് പറയുന്നത് 3 മണി തൊട്ട് 5 മണി വരെ ആയിരുന്നു. അവരവിടെ വരണം, പാസ് എടുക്കണം, എവിടെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായി മാർക്ക് ചെയ്ത് ടൈം കൊടുത്ത് തന്നെയാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അതെല്ലാ കാലത്തെയും നിയമമാണ്. ഇപ്പോൾ അതിന് കുറെ കൂടി റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഒരു പുതിയ ഗവൺമെൻറ് തുടക്കം എന്നുള്ള നിലയിൽ ആളുകൾ വരുമ്പോൾ ഒരാളെയും തടയേണ്ട, ഒരാളെയും നിയന്ത്രിക്കേണ്ട, വരട്ടെ, കാണട്ടെ, അവരുടെ നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ ഏതു കാലത്താണ് അതത്ര കർശനമായി കോൺഗ്രസ് അനുശാസിച്ചിരുന്നത് എന്നുകൂടി പറഞ്ഞു തരാമോ? ഇപ്പോ ഉമ്മൻചാണ്ടി കാലത്ത് എന്തായാലും സെക്രട്ടേറിയറ്റിൽ അങ്ങനെ 3 മണി മുതൽ 5 മണി വരെ മാത്രം പൊതുജനങ്ങൾക്ക് പ്രവേശനം എന്ന് ശരിയാണെന്ന് പറഞ്ഞത് പേപ്പറിൽ ഉണ്ടായിരുന്നു, പക്ഷെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ല, ഞാനത് തന്നെയാണ് പറഞ്ഞതെന്നേ. ഞാൻ പറഞ്ഞതിൽ എന്താ തർക്കം? മുൻപും ഈ സമയക്രമീകരണം ഉണ്ടായിരുന്നു. ജനങ്ങൾ, ആവശ്യക്കാർ, ആവലാതിക്കാർ വരുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, അത് ശ്രീ K കരുണാകരനായാലും ശ്രീ AK ആൻ്റണി ആയാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി ആയാലും ഇപ്പോഴുള്ള ശ്രീ VD സതീശനായാലും മറ്റു മന്ത്രിമാരായാലും ജനങ്ങളെ പരമാവധി കാണാൻ ശ്രമിക്കുകയാണ്. അവർ പറയുന്ന ആവശ്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് അവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത്? ജനങ്ങൾ വരുന്നത്, അവർ വരുന്നത് അവർക്ക് കഴിഞ്ഞ 10 വർഷക്കാലം അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടൊരു എൻട്രി ഉണ്ടായിരുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ ആളുണ്ടായിരുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പരിഹരിക്കാനുള്ള ഇടത്തേക്ക് ആളുകൾ വരികയാണ്. ആ വരുന്ന ആളുകൾ വരട്ടെ, വരുന്ന ആളുകളെ പരമാവധി കേൾക്കാനും അവരെ കാണാനും അവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാനും ഗവൺമെൻറ് തയ്യാറാണ്.
കുറച്ച് നിയന്ത്രണം വേണം. ആ കുറച്ച് നിയന്ത്രണം വേണം എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് കയറണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെൻറ് പറയുന്നത്. ഇപ്പം മാധ്യമ പ്രവർത്തകരുടെ വിഷയം എടുത്താൽ, മാധ്യമ പ്രവർത്തകരെ ഒരു സെക്കൻഡ്, മാധ്യമ പ്രവർത്തകർ, ഇത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർക്ക് അവിടെ യഥേഷ്ടം കയറി ഇറങ്ങാമായിരുന്നു. അവർ പക്ഷേ അതിനൊന്നും തടസ്സമുണ്ടായിരുന്നില്ല. നേരത്തെ എങ്ങനെയാണോ കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ചയാണ്, പുതിയതായി ഈ ഗവൺമെൻറ് ഒരു ബാൻ ചെയ്തിട്ടില്ല, പുതിയതായിട്ട് ഒരു ബാനും ചെയ്തിട്ടില്ല. നിലവിലുള്ള നിയമങ്ങൾ, പിന്നെ ബഡ്ജറ്റിന്റെ തിരക്കാണ്, ബഡ്ജറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തിരക്കിലാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഇത് ഒരു നയമില്ലാത്ത നിലപാടാണ് എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് നയമുണ്ട്, ഞങ്ങളുടെ നയം നിങ്ങളുടെ നയമല്ല, നിങ്ങളുടെ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത് എന്ന്. അപ്പോൾ നിലവിലുള്ള നിയമങ്ങളും നയങ്ങളും ഉണ്ടായിരുന്ന കേട്ടോ, അപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തുടരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും അധികാരത്തിൽ വന്നത് എന്നാണോ അഡ്വക്കേറ്റ് അനിൽ ബോസ്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അങ്ങനെ പറയാത്ത ഉത്തരങ്ങൾ പറയേണ്ടതില്ല. നിലവിൽ അവർ ചെയ്തത് ഞങ്ങൾ തുടരില്ല എന്നതിൻ്റെ ആദ്യത്തെ കാര്യമല്ലേ. ഞങ്ങൾ ആദ്യം തന്നെ അധികാരമേറ്റ് 30 ദിവസം തികഞ്ഞിട്ടില്ല. അതിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എണ്ണി നോക്കൂ. ആശാവർക്കർമാരുടെ വേതന വർധനവ്, അംഗനവാടി ടീച്ചർമാരുടെ വേതന വർധനവ്. ഒരു സെക്കൻഡ് അല്ലല്ല, അങ്ങനെ ചോദിച്ചു പോലെ അല്ലല്ല, ഈ വിഷയത്തിൽ ശരിയല്ല, അങ്ങ് പറഞ്ഞത് ശരിയല്ല. ആശാപ്രവർത്തകരുടെ കാര്യമല്ല, ഇത് വളരെ ഡയറക്റ്റ് ആയ ചോദ്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം വേണമെന്ന്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ കാര്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയത്. അതിൽ നിന്ന് എന്തു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? അതിന് തന്നെയല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. 30 ദിവസം പോലും ആകാത്തൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വരുന്ന ഇരകളുടെ, പിന്നെ പരാതിക്കാരുടെ, അപേക്ഷകരുടെ പ്രവാഹം, അതിന്മേൽ തീരുമാനം ഉണ്ടാകണ്ടേ? കഴിഞ്ഞ 10 വർഷക്കാലത്തെ പല കാര്യങ്ങൾ, അതിൽ പെടും ആശാവർക്കർമാർ, അതിൽ പെടും അംഗനവാടിക്കാർ, അതിൽ പെടും ഹർഷിന എന്ന് പറയുന്ന കത്രിക വയറ്റിൽ കുടുങ്ങിയ ആൾക്ക് ജോലി കൊടുത്ത കാര്യം, അതിൽ പെടും ദിവ്യ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ ഇടപെടലിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം, അവരാഗ്രഹിച്ചതുപോലെ CBI അന്വേഷണം, ആ മകൾക്ക് ജോലി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൊല്ലത്ത് വേണുവിൻ്റെ കുടുംബത്തിന് കൊടുത്തിട്ടുള്ള, മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട കുടുംബത്തിന് കൊടുത്തിട്ടുള്ള നഷ്ടപരിഹാരം, എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളുമായിട്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവാണ്. തൂഫാൻ അടക്കമുള്ള, തണ്ടർ അടക്കമുള്ള, ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും ശുചിയായിരിക്കണം. കേരളത്തിലെ തട്ടുകടകളിലേക്ക് അടക്കം അത് വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആശുപത്രിയിൽ കിടപ്പ് രോഗികൾ പാടില്ല. ആ നിലയിൽ അതിനുള്ള പകരം സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ ഇത്തരം ക്രിയാത്മകമായ കാര്യങ്ങളുമായി, നൂറുകണക്കിന് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു മാധ്യമം എന്നില്ല, അതൊക്കെ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പലതുമുണ്ട്. ഈ വിഷയത്തിലാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം തന്നെ എതിർത്തൊരു കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന സമയത്ത് തിരുത്തുകയും പിന്നീട് അത് വീണ്ടും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യാൻ എന്താണ് പ്രകോപനം? ഒരു പ്രകോപനവുമില്ലെന്നേ. നിലവിലുള്ള നിയമം തുടരുന്നു, ഞങ്ങളത് മാറ്റുമെന്നേ, അത് പരിഷ്കരിക്കും. ഞാൻ പറഞ്ഞല്ലോ, 21 ദിവസത്തിനിടയിൽ മുന്നോട്ട് വരുന്ന ഗവൺമെന്റ് കയറാൻ കഴിയുമായിരുന്നു, അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് അടക്കം കയറാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അത് സാധ്യമാകുന്നില്ല. ഈ കവാടം അടച്ചിട്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അത് നേരത്തെ, ഇത് കേൾക്കുമാതു, ഇത് നേരത്തെ ഉള്ള നിയമപരമായ നിയന്ത്രണം മാത്രമാണ്. ഞങ്ങൾ പരിഷ്കരിച്ചിട്ടില്ല എങ്കിൽ അത് പരിഷ്കരിക്കുമെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്. പരിശോധിച്ച് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞാൽ അതിനൊരു 3-4 ദിവസം കാത്തിരിക്കാൻ. ബഡ്ജറ്റ് നടക്കാൻ പോവാണ് 19-ാം തീയതി. അവിടെ മാധ്യമ പ്രവർത്തകർക്ക് കയറണമെങ്കിൽ നിയമനിർമ്മാണമൊന്നും ആവശ്യമില്ല. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അങ്ങനെ അങ്ങ് സാങ്കേതികവൽക്കരിക്കല്ലേ? നിയമനിർമ്മാണം ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെൻറ് വരുന്ന ആദ്യത്തെ ദിവസം വളരെ ആവേശത്തോടുകൂടി ആളുകൾ ഒന്നൊന്നായി ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുമ്പോൾ, ആ കടന്നു വരുന്ന ആളുകളെ ആട്ടി ഓടിക്കാൻ ഞങ്ങൾ CPM അല്ലെന്നേ. ഞങ്ങൾ CPM അല്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വാതിലടയ്ക്കത്തില്ല. ഒരാളോടും, ഒരു മാധ്യമ പ്രവർത്തകരോടും കടക്കു പുറത്തെന്ന് ഞങ്ങൾ പറയില്ല. മാധു, കടക്കു പുറത്തെന്ന് ഞങ്ങൾ പറയില്ല. ഇവിടെ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ നേരത്തെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിൽ ഞങ്ങൾ പരിഷ്കരിക്കും. വാതിൽ അടച്ചിട്ട് പാറാവും നിർത്തി മാധ്യമ പ്രവർത്തകരെ ഇങ്ങോട്ട് കേട്ടേണ്ടതില്ല, മേലാവിൽ നിന്ന് അനുമതി പത്രമില്ലാതെ എന്നൊരു സ്റ്റാൻഡിംഗ് ഓർഡറും കൊടുത്തിട്ട് പിന്നെ കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. അല്ല, സ്റ്റാൻഡിംഗ് ഓർഡർ നിങ്ങൾ പ്രൂവ് ചെയ്യേ. ഏത് ഉത്തരവാണ് കൊടുത്തത്? എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ.
ഏത് സർക്കാർ ഉത്തരവാണുള്ളത് നിങ്ങളെ വിലക്കിക്കൊണ്ടുള്ള ഞാനിവിടെ ജിയോ പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. നിയമനിർമ്മാണം ആവശ്യമില്ല എന്നാണ് ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞത്. അവിടെ പാറാവ് നിൽക്കുന്ന പോലീസുകാരോട് അവിടെ മേലേതിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രം കയറ്റി വിട്ടാൽ മതി എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. മാധു ശാഠ്യത്തോടു കൂടി പറഞ്ഞു പോയാൽ ഞാൻ വഴങ്ങി തരത്തില്ല. മാധു പറഞ്ഞത് ഓർഡർ കൊടുത്തു എന്നാ പറഞ്ഞു. ആര് ഓർഡർ കൊടുത്തു? നിങ്ങൾ പ്രൂവ് ചെയ്യും. ആരാണ് ഓർഡർ കൊടുത്തത്? നിലവിലുണ്ടായിരുന്ന നിയമമല്ലാതെ. അല്ലാതെ ഗവൺമെന്റ് ഓർഡർ എന്നല്ല. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടാകുമോ കേരളത്തിൽ ചർച്ച കേൾക്കുന്നവർ? ഉണ്ടോ? അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അറിയാത്തവരോ ആട്ടെ, ആര് ഓർഡർ കൊടുത്തു? അതാണ് ഞാൻ പറഞ്ഞത്. ആര് ഓർഡർ കൊടുത്തു? അതാണ് ഞാൻ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് കയറാൻ കഴിയുന്നില്ല. ആര് കൊടുത്തു? സെക്രട്ടേറിയറ്റിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് കയറാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കയറാൻ കഴിയുന്നില്ല എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏത് മന്ത്രാലയത്തിലേക്കാണോ ഏത് വകുപ്പിലേക്കാണോ പോകേണ്ടത് അവിടെ നിന്ന് കൃത്യമായ സമ്മതപത്രവും അനുമതിയും ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ എന്നാണ് നിർദ്ദേശം എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ മറുപടി. അതുകൊണ്ട് കയറാൻ കഴിയുന്നില്ല. ശരി, അപ്പൊ നിലവിലുള്ള നിയമത്തിന് പറയൂ. ഞാൻ പറഞ്ഞത് ജിയോ ആണെന്നാണ് പറഞ്ഞത്. നിലവിലുള്ള നിയമത്തിന്റെ ജിയോ നമ്പർ പറയൂ. അതിപ്പോ നിങ്ങൾ ഇത് പറഞ്ഞിരുന്നത് ഞാൻ ജിയോ നമ്പർ എടുത്തോണ്ട് വരാം. നിങ്ങൾ നാളെ രാവിലെ ചർച്ചയ്ക്ക് നേരത്തെ പറഞ്ഞിട്ടാണോ ചർച്ചയിൽ ഇത് ചോദിച്ചിരുന്നോ? അല്ല, നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ ഈ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു എന്നാ പറഞ്ഞത്. ഈ ഗവൺമെന്റ് ഓർഡർ കൊടുത്തു എന്ന് നിങ്ങൾ അത് നിർദ്ദേശം എന്നത് കൂടിയാണ്. ആ നിർദ്ദേശം അവർ പാലിക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് കഴിയില്ല എന്നുള്ളത്. അത് വെള്ളപത്രത്തിൽ എഴുതി സർക്കാർ സീൽ വെച്ച് കൊടുക്കേണ്ടതില്ല. നിർദ്ദേശിച്ചാൽ മതി. മാധു എത്ര ബഹളം വെച്ചാലും മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കീഴ്വഴക്കമല്ലാതെ പുതിയതായി ഒരു ഉത്തരവും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ശരി, അല്ല, അത് ഞങ്ങൾ നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. മാധുവിന്റെ നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. UDF ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് UDF അറിയാം. അത് പരിഷ്കരിക്കണം, നിയമങ്ങൾ പരിഷ്കരിക്കും. നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. അതൊന്നും വേണ്ട. അത് പാലിക്കണമല്ലോ. അത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റും. അതിന് നിങ്ങളെ തിട്ടൂരമൊന്നും വേണ്ട. നിങ്ങളെ തിട്ടൂരം വേണ്ടത്. നിങ്ങളെ തിട്ടൂരം വേണ്ട. ഈ ഗവൺമെന്റ് അറിയാം. ഒരു മാസം പോലും ആകാത്ത ഈ ഗവൺമെന്റ് അറിയാം എങ്ങനെ പരിഷ്കരിക്കണം. തിട്ടൂരം സെക്രട്ടേറിയറ്റിലാണ്. മേലാവിൽ നിന്ന് അനുമതി പത്രമില്ലാതെ അങ്ങോട്ട് കയറേണ്ടതില്ല എന്നുള്ള തിട്ടൂരം അവിടെയാണ്. അതെന്തുകൊണ്ടാണെന്ന് മാധുവിന്റെ ആ ശാഠ്യവും ദുശാഠ്യവും ഇങ്ങോട്ട് വേണ്ട. മാധു ശരി, അല്ല, ഈ ശാഠ്യം ദുശാഠ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഭരണപക്ഷത്തിൽ എന്നേ പറഞ്ഞുള്ളൂ. മാറ്റമില്ല, അത് കീഴ്വഴക്കമാണെന്ന് നിങ്ങൾ ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ശരി, ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വഴങ്ങി തരത്തില്ല. മാധു വഴങ്ങി തരത്തില്ല. ഒരു കാരണവശാലും വഴങ്ങി തരത്തില്ല. സംസാരിക്കേണ്ടതും ചോദിച്ചും സംസാരിച്ചും പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് വിഭിന്നമായി പറയുന്നതോടൊപ്പം കേൾക്കാനുള്ള മര്യാദ കൂടി കാണിക്കണം. നിങ്ങൾ പറയുന്നതോടൊപ്പം നിങ്ങൾ കേൾക്കാനുള്ള ഞങ്ങൾ പറയുന്ന കേൾക്കാനുള്ള സൗകര്യം കാണിക്കണം. അല്ല, നിങ്ങൾ ഏകപക്ഷമായി പറയാൻ നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് പോകാൻ നിങ്ങളുടെ ശമ്പളത്തിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ സൗകര്യം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ മതി. മനസ്സിലായില്ലേ? ഒരു മാസം പോലും ആകാത്ത ഒരു ഗവൺമെന്റ് ഒന്നിലധികം കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഒന്നല്ല 100 1000 കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ പരിഷ്കരിക്കണമെങ്കിൽ ഞങ്ങൾ പരിഷ്കരിക്കും. കാലോചിതമായി പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ പരിഷ്കരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദ്യങ്ങളാകാം. നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോരണ്ടെന്നാ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിക്കണം. അടിച്ചേൽപ്പിക്കാൻ നേരിട്ടുള്ള ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നു. അധിക്ഷേപമൊന്നുമില്ല. സർക്കാർ ഞാൻ പറഞ്ഞില്ല. ചോദ്യങ്ങളാവാം, അടിച്ചേൽപ്പിക്കൽ വേണ്ട. തീരുമാനം പറയാനില്ല. നടത്തിയ കാര്യം ഞങ്ങൾ അടിച്ചേൽപ്പിക്കൽ വേണ്ട. ഒരു CPM നടത്തിയ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിലവിലുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ മാധു അങ്ങനെ പറഞ്ഞു പോണ്ട. ഒരു ഗവൺമെന്റ് വന്നാൽ പരിഷ്കരിക്കേണ്ട കാര്യങ്ങളെല്ലാം 24 മണിക്കൂർ കൊണ്ടല്ല പരിഷ്കരിക്കുന്നത്. 20 ദിവസം മാത്രമാണ് ഒരു ഗവൺമെന്റ് ഉണ്ടാകുന്നത്. ആ 20 ദിവസത്തിനകം ഒരു കാര്യമല്ല. നിങ്ങൾ വീണ്ടും മാറ്റി. എവിടെ 29 ദിവസം? അല്ല, ഈ വാഹനം
ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞത് 29 ദിവസമായി ആരോ നിങ്ങളോട് പറഞ്ഞു? മുഖ്യമന്ത്രി ആ കവാടം തുറന്ന് പുറത്തേക്ക് നിങ്ങളോട് പറഞ്ഞത് 29 ദിവസമായി ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞിട്ട് 29 ദിവസമായി ഇതിന് മറുപടി പറയാമോ? ആ കവാടം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. ഒരു മാസം പോലും ആകാത്ത ഒരു ഗവൺമെന്റ് ഒരു ദിവസം കൊണ്ട് എല്ലാ തീരുമാനങ്ങളിലും നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാണെന്ന്? ഒരു മുഖ്യമന്ത്രി മാറുക, ഒരു ഗവൺമെന്റ് മാറുക, ഒരു മുഖ്യമന്ത്രി മാറുക, ഒരു ഗവൺമെന്റ് മാറുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഒരു സിസ്റ്റം മാറണം. ആ സിസ്റ്റം മാറണമെങ്കിൽ DGP മാറണം, IPS ഉദ്യോഗസ്ഥന്മാർ മാറണം, ഗവൺമെന്റ് സെക്രട്ടറിമാർ മാറണം. അല്ല മുഖ്യമന്ത്രി മാത്രം മാറുക, ഗവൺമെന്റ് മാറുക എന്ന് പറഞ്ഞാൽ കാരണമില്ല. ആ ചിത്രം പങ്കുവെച്ചത് ഈ സർക്കാർ മാറണം. ഒരു സിസ്റ്റം മാറുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രം മാറിയാൽ പോരല്ലോ. ഒരു സിസ്റ്റം മാറുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രം മാറുക, മന്ത്രിമാർ മാത്രം മാറുകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരാൾ പറയുന്നത് കേൾക്കുന്നേ, നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് നിലവിലുള്ള സെക്രട്ടറിമാർ മാറുന്നു, ഇനി IPS ഉദ്യോഗസ്ഥന്മാർ മാറും, മറ്റുദ്യോഗസ്ഥന്മാർ മാറും, പോളിസികൾ മാറും, ഓരോ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ 24 മണിക്കൂറിനകം എല്ലാ കാര്യത്തിലും മാറ്റം വരുത്തേണ്ട എല്ലാ കാര്യങ്ങളും സമയമനുസരിച്ച് പരിഷ്കരിക്കും. ഒറ്റ കാര്യം, ആ ഗേറ്റ് തുറന്നിരുന്നോ? അതിലൂടെ വാഹനം പുറത്തു വരുന്ന ചിത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കുവച്ചിരുന്നോ? പിന്നെ അതിപ്പോൾ അടഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ഓരോ ദിവസങ്ങളിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? അല്ല, നിലവിൽ ഒരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് വന്നത്, ഇത് കേൾക്കൂ, എല്ലാ കാലത്തും ഫ്രണ്ട് ഗേറ്റ് തുറന്നിടാറില്ല. നിരവധി സമരങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സന്ദർഭം കണക്കിലെടുത്താണ് പലപ്പോഴും അത് അടഞ്ഞു കിടന്നത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്തിരുന്നു, ഇപ്പൊ അടച്ചിട്ടുണ്ട്, നാളെ തുറക്കും. നടപടിക്രമങ്ങൾ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടഞ്ഞു കിടക്കുന്നത്. സമരം നടന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. സെക്രട്ടറിക്ക് മുന്നിൽ ആചാരമൊന്നുമല്ലല്ലോ നോർത്ത് ഗേറ്റ് അടച്ചിടുക. അങ്ങാണ് പറഞ്ഞത് സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ നടക്കുന്ന സമരം ഏതാണെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഓക്കെ. എനിക്ക് മറ്റൊന്നിലേക്ക് പോകാൻ ഏറെ വൈകിയിരിക്കുന്നു. എനിക്കൊരു ഇടവേള വേണം, തിരിച്ചു വരാം. ഞാൻ പറഞ്ഞത് ഡേ ടു ഡേ അഫയേഴ്സിന്റെ ഭാഗമായി ഗേറ്റ് തുറക്കണോ വേണ്ടോ എന്നൊക്കെ. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഡീൽ ആരോപണം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം CPM കോൺഗ്രസിന് മുന്നിൽ വെക്കുന്നു. അതിൽ ചർച്ചയാകാം എന്ന് പറഞ്ഞു. ശേഷം പറയുന്നത് ഈ അദാനിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷമല്ല എന്നുള്ളതാണ്. യഥാർത്ഥ ഇടതുപക്ഷമല്ല ഇന്ത്യ മുന്നണിക്കൊപ്പം എന്ന് ആ മുന്നണിക്കുള്ളിലെ ഒരു പാർട്ടി തന്നെ പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇപ്പം CPIയോട് ഇന്ന് CPIയുടെ ചില നേതൃത്വങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ മുന്നണി ബന്ധം തുടരണമോ എന്ന കാര്യം പരിശോധിക്കണമെന്ന്. ഇങ്ങനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷ നിരയുമായും ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ മുന്നണികളിലും വലിയ ആടി ഉലയലുണ്ടാവുകയാണോ? ഞാനതിലേക്ക് വരാം. ഏതായാലും ഈ ചർച്ച UDF കേരളത്തിൽ അധികാരത്തിൽ വന്ന 20-ാം ദിവസമാണ്. ആ 20-ാം ദിവസം നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയുടെ ശരീരഭാഷ നമ്മൾ കണ്ടു. ഇവിടെ ഇൻട്രോയിൽ അടക്കം സൂചിപ്പിച്ചതുപോലെ മെയ് മാസം 19-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേ ദിവസം സ്വന്തം ഫേസ്ബുക്കിലൂടെ ഇട്ട പോസ്റ്റാണ് സമര കവാടം എന്ന വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വന്തം നമ്പർ 1 കാറിൽ പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് ആ ഗേറ്റ് അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ആ ഗേറ്റ് എന്നേക്കുമായി അടച്ച വാർത്തയും വരികയാണ്. ഒരാഴ്ച മുമ്പ് കന്റോൺമെന്റ് ഹൗസ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ താമസിച്ച ഹൗസ് ഇപ്പം ഒഴിഞ്ഞിട്ടില്ല, അവിടെയും മാധ്യമപ്രവർത്തകർക്ക് വിലക്കെന്നുള്ള വാർത്തയൊക്കെ വന്നു. ഇതാണോ UDFന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് VD സതീശൻ അടക്കം ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നത്? കഴിഞ്ഞകാല ഗവൺമെന്റ് ചെയ്ത എല്ലാം തെറ്റാണ്. ഈ സമരഗേറ്റ് 2023 കോവിഡ് കാലത്താണ് അടച്ചത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അത് തുറക്കാറുണ്ട്. പക്ഷെ 10 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞ് എത്ര വലിയ വാർത്തയായിരുന്നു, സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണമായിരുന്നു. അതെത്ര ആഘോഷിച്ചു കോൺഗ്രസ്. എന്ത് ഇത്ര പെട്ടെന്ന് അടയ്ക്കാൻ കാരണം? മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെല്ലാം ഇത്ര വിലക്ക് ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം എന്താ ഇവിടെ പറഞ്ഞ് കൃത്യമായി ടാക്സ് ടെററിസം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 5 കൊല്ലം പ്രചരണം നടത്തിയ ആള് 4 തവണ 8 രൂപ പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ നയാ പൈസ കുറച്ചില്ല. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. PM ശ്രീ
അതിനെതിരെ പരസ്യമായി അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പൊ PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. മാധ്യമങ്ങൾ ചോദിക്കും, ജനങ്ങൾ ചോദിക്കും, കടമെടുക്കാതെ ഈ ഖജനാവ് നിറയ്ക്കുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. 5 കൊല്ലം പ്രചരണം നടത്തി. 1800 കോടി രൂപ കടമെടുത്തു. ഇതിപ്പോ 6800 കോടി രൂപ കടമെടുക്കാൻ പോകുന്നു. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. PSC റാങ്ക് ലിസ്റ്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്റെ പോളിസിയാണെന്ന് പറഞ്ഞു. എക്സ്റ്റെൻഡ് ചെയ്ത് 3-ാം ദിവസം പിൻവലിക്കേണ്ടി വന്നു. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. ഹണിമൂണിന് അളിയനെ കൊണ്ടുപോയി. ഹണിമൂണിന്റെ ഇടയിൽ തന്നെ അളിയൻ ആ ഹണിമൂൺ റദ്ദാക്കി തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് പോയി. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. അങ്ങനെ എത്രയോ ഉദാഹരണം. മുനമ്പം പ്രശ്നം 10 ദിവസം കൊണ്ട് പരിഹരിക്കും, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും. 10 മിനിറ്റ് പോയി 10 ദിവസം കഴിഞ്ഞപ്പോൾ 20 ദിവസമായി. ഒരക്ഷരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരിയാടുന്നുണ്ടോ? ജൻസിയോട് പറഞ്ഞു മോഡിഫിക്കേഷൻ, ധൈര്യമായി മോഡിഫിക്കേഷൻ. ഇപ്പൊ എവിടെ പോയി ആ തീരുമാനം? മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കൽ, ആ അറ്റകുറ്റപ്പണി, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കും, ജനങ്ങൾ ചോദിക്കും എന്നതുകൊണ്ട് പഴയതെല്ലാം പിശകാണെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ ഇപ്പോൾ അത് IAS തലപ്പത്തും IPS തലപ്പത്തും ഒക്കെ അഴിച്ചുപണി നടത്തേണ്ടതില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചില അഴിച്ചുപണികൾ നടത്തുമ്പോൾ നിങ്ങൾ അവിടെ വിമർശനം ഉയർത്തുന്നു. അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ചില IPS നേതാക്കന്മാരെ IAS നേതാക്കന്മാരെ പുനരധിവസിപ്പിക്കുമ്പോൾ അത് സംഘപരിവാറിന്റെ താല്പര്യപ്രകാരമാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതെ, സിസ്റ്റം മാറുന്നുണ്ടല്ലോ. എങ്ങനെയാ സിസ്റ്റം മാറുന്നേ? മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ആകെ 30 പേരിൽ 19 സെനറ്റ് അംഗങ്ങളെയും RSS സംഘപരിവാർ നേതൃത്വത്തെ തിരികെ കയറ്റി സിസ്റ്റം മാറുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ചർച്ച നടക്കുമ്പോൾ അശോകിനെ ആ സ്ഥാനത്തേക്ക് മാറ്റി സിസ്റ്റം മാറ്റുന്നുണ്ട്. അവരുടെ അസോസിയേഷന്റെ കത്ത് കിട്ടുമ്പോഴേക്കും അന്യാധീനമായി ഓൺലൈൻ സംവിധാനത്തിലൂടെ നടക്കുന്ന നിയമനങ്ങളെല്ലാം ഏകപക്ഷികമായി മാറ്റി ഇപ്പൊ കോടതി ഇടപെടുന്ന തരത്തിൽ സിസ്റ്റം മാറുന്നുണ്ട്. നമ്മൾ കാണുകയല്ലേ വളരെ ഏകപക്ഷികമായിട്ട് ഈ സിസ്റ്റം എങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥന്മാരെ മംഗലാപുരത്ത് പോയി കണ്ടത് തൊട്ട് ഇങ്ങ് തുടങ്ങി നിരവധി സിസ്റ്റം മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എല്ലാ വാതിലും അടയ്ക്കും, എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടും. കാരണം 20 ദിവസമായപ്പോഴേക്കും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണെന്നല്ലേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെ ഇടതുപക്ഷം ആനയിച്ചു കൊണ്ടുവന്ന നേതാവിന്റെ വ്യവസായിയുടെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് പോയി കണ്ടാലും എന്നാണ് ഞാൻ പറയുന്നത്. കണ്ടാലും തെറ്റില്ലല്ലോ. അല്ല, വിഴിഞ്ഞം പദ്ധതിക്ക് കല്ലിട്ടത് ഞങ്ങളാണ്, എഗ്രിമെന്റ് ഒപ്പിട്ടത് ഞങ്ങളാണ്. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടത് കൊണ്ടാണല്ലോ ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത്. ഞങ്ങൾ കല്ലിട്ടുകൊണ്ടതാണല്ലോ ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടതെന്ന് ഇതുവരെ മുദ്രാവാക്യം വിളിച്ച് പ്രചരണം നടത്തിയ കോൺഗ്രസ് ആണ് ഇപ്പൊ പറയുന്നത് അദാനിയെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണെന്ന്. എന്നാൽ അവർ ആദ്യം പറയട്ടെ, വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കം എവിടെയാണ്? ഒപ്പിട്ടതാരാണ്? എഗ്രിമെന്റ് ഒപ്പിട്ടതാണ്. ഞങ്ങൾ ചെയ്തത് അന്നത്തെ ഗവൺമെന്റ് ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ആ കരാർ പൂർത്തീകരണം കേരളത്തിന്റെ ലക്ഷ്യമാണെന്നതുകൊണ്ട് അതിൽ ഡൈലൂട്ട് ചെയ്യാൻ, വെള്ളം ചേർക്കാൻ പോയില്ല എന്നത് മാത്രമാണ് ചെയ്തത്. ഇവിടെ പറഞ്ഞില്ലേ, കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കേരളത്തിൽ വന്ന് അങ്ങനെയൊക്കെ പ്രസംഗിച്ചതെന്ന്. ഇതേ രാഹുൽ ഗാന്ധിയല്ലേ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പറഞ്ഞത്? CPM BJP ഡീലാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു, ഞാനങ്ങ് പ്രസംഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വാർത്തകളടക്കം പുറത്തു വന്നില്ലേ? ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ നല്ല പ്രതീതികൾ ജനിപ്പിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി കുറെ ഇടപെടൽ ഇവിടെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പല നുണപ്രചരണവും നടത്തി, ജനങ്ങളെ കബളിപ്പിച്ചു. ഇതിപ്പോ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ KSRTC മുഴുവൻ വനിതകൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. മെയ് 15 ജൂൺ 15 ആയിക്കോട്ടെ. ഇപ്പൊ പറയുന്നു ഓർഡിനറി. ഇനി എത്ര ദിവസത്തേക്ക്, ഏത് ചാല്, ഏത് സമയം വരുമല്ലോ. എത്രയോ വലിയ നുണപ്രചരണമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയത്. ഈ 100 ദിവസത്തെ ഒരു പരീക്ഷണ ഓട്ടത്തിൽ മാത്രമാണ്, മറ്റു കാര്യങ്ങളിൽ അന്തിമ തീരുമാനം നാളെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണം. അല്ല, ആയിക്കോട്ടെ, ഏത് തരത്തിലും അവർ പ്രചരിപ്പിച്ചോട്ടെ. ഇപ്പോ ധവളപത്രം പുറത്തിറങ്ങിയപ്പോ വന്ന കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണോ നേരത്തെ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം 20 ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നതും, കോൺഗ്രസിന്റെ പ്രതീതിക്ക് ചാനൽ ചർച്ചയിൽ വന്ന് ഇത്രയധികം വേർപ്പ് ഒഴുക്കേണ്ടി വരുന്ന സാഹചര്യം വെറും 20 ദിവസത്തിനുള്ളിൽ വരേണ്ടി വരുന്നു എന്നുള്ളതും, ഭാവി എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്, ഈ ഭരണം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട്. അതുകൊണ്ട് ഇവർ പറഞ്ഞത് ഇവർക്ക് തന്നെ തിരുത്തി പറയേണ്ടി വരും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആയാലും ശ്രീ VD സതീശനായാലും നേരത്തെ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്നെ അവർക്ക് തിരുത്തി പറയേണ്ട സാഹചര്യം അതിവിദൂരത്തല്ല. ശരി, ശ്രീ N ശ്രീകുമാർ, 20 ദിവസം കൊണ്ട് പുറത്തു വരുന്ന തരത്തിലുള്ള ഒരു ജനകീയ കാപട്യം ഉണ്ടായിരുന്നോ ഈ സർക്കാരിന്? ഈ സർക്കാരിന്റെ തുടക്കത്തിൽ ഭരണസിരാ കേന്ദ്രം എല്ലാവർക്കും വേണ്ടി തുറന്നിടും,
മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ ശേഖരിക്കുന്നതോ ജോലിയെടുക്കുന്നതുമായോ ബന്ധപ്പെട്ടോ തടസ്സങ്ങളോ പരിമിതികളോ ഉണ്ടാകില്ല. ഒരുപാട് പ്രതീതികൾ ഉണ്ടായിരുന്നു. ഇനി വി ഡി സതീശൻ പറഞ്ഞോ എല്ലാവരും കയറി വന്നോളൂ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഞാനതിനെ എതിർത്തിട്ടുള്ളതാണ് എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിയമസഭയിലടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കാണത്. സ്വാഭാവികമായും ആ മാറ്റങ്ങൾ വരുമ്പോൾ അത് ദീർഘകാലത്തേക്കുള്ളതാണ് എന്ന് മാധ്യമപ്രവർത്തകരടക്കം പ്രതീക്ഷിക്കുമല്ലോ. അതിൽ നിന്നൊരു പിന്തിരിഞ്ഞു നടത്താൻ നൽകുന്ന സൂചന എന്താണ്? കേരളത്തിലെ കോൺഗ്രസിന് കിട്ടിയ മുഴുവൻ വോട്ടും സീറ്റും കോൺഗ്രസിന്റെ രാഷ്ട്രീയം കണ്ടു മാത്രമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതോ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നിലപാടുകളും ജനങ്ങളോടുള്ള സമീപനവും കൊണ്ടുകൂടിയാണ് എന്ന് കരുതുന്നോ? നോക്കൂ ശ്രീമതി മാധു, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴേ ആദ്യം അവർ ചിന്തിക്കുക 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ജനപ്രിയ കാര്യങ്ങൾ ആദ്യം തന്നെ നടപ്പാക്കുന്ന ഒരു സൂചന നൽകും. 2, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു അവലോകനം നടത്തും. 3, ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പുനർവിന്യാസം നടത്തും. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളും തീരുമാനങ്ങളും നയങ്ങളും ഒക്കെ പ്രഖ്യാപിക്കും. 20 ദിവസം കൊണ്ട് ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല. പക്ഷേ അത് ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് അത് നടപ്പാകില്ല എന്നൊരു സൂചന തരുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പത്രപ്രവർത്തകർക്കുള്ള വാർത്താലേഖകർക്കുള്ള അക്രഡിറ്റേഷനുള്ള എന്ന് വെച്ചാൽ ഗവൺമെൻറ് അംഗീകാരമുള്ള വാർത്താലേഖകരെ സെക്രട്ടേറിയറ്റ് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പഴയ കാലത്ത് അതെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് വരെ അക്രഡിറ്റേഷനുള്ള വാർത്താലേഖകരെയും സെക്രട്ടേറിയറ്റിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ അത് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ചില നിയന്ത്രണങ്ങൾ വരുത്തും എന്നാണ് വാർത്ത. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ ഡയറക്റ്റായിട്ട് സമീപിക്കാനുള്ള അക്രഡിറ്റഡ് ലേഖകന്മാർക്കുള്ള സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു തോന്നലാണെന്ന് വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. അതിലൊരു പക്ഷേ ഒരു നിയന്ത്രണം ഗവൺമെൻറ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ബജറ്റ് കാരണം. ഈ ബജറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതും ഉണ്ടാകണമെന്നില്ല. കാരണം ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥ സംവിധാനം മുഴുവൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനോട് വലിയ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരാണ്. IAS ഉദ്യോഗസ്ഥരായ 50 പേര് ഇന്നലെയാണ് പുനർവിന്യാസം നടത്തിയത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചിട്ട് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി ഈ ചാനൽ ആക്ടിവിസത്തിൻ്റെ കാലത്ത് ഒരു വിവാദം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ KSRTC ഒരു ഉദാഹരണം പറയാം. 100 ദിവസത്തെ ഒരു പരീക്ഷണമായിട്ട് ഓർഡിനറി ബസ്സിൽ എന്നൊരു തീരുമാനം ഉണ്ടെന്ന് വയ്ക്കുക. അത് ഏതെങ്കിലും ഒരു KSRTCയിലെ ഇടതനുകൂലിയായ ഉദ്യോഗസ്ഥൻ പറയുന്നത് നഷ്ടത്തിലായതുകൊണ്ട് ഒരു പക്ഷേ ഇത് നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ അതായിരിക്കും വാർത്ത. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഉദ്യോഗസ്ഥരെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാവുന്ന ഒരു സിസ്റ്റം ഒരു പക്ഷേ അവർ വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ തീരുന്നതല്ല സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ കാലത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ വാർത്തകൾ പുറത്തേക്ക് പറയണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ ആവശ്യവുമില്ല. ഇത് ദൃശ്യങ്ങളടക്കം പകർത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള വിലക്കാണ്. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം സെക്രട്ടേറിയറ്റ് തുറന്നിട്ട് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും സെക്രട്ടേറിയറ്റിലെത്തി. അവസാനം വളരെ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കിട്ടിയപ്പോൾ അപ്പോൾ പിന്നീട് 10 വർഷം ഭരിച്ച അരുൺകുമാറിൻ്റെ പാർട്ടി എന്താ പറഞ്ഞത്? സെക്രട്ടേറിയറ്റ് തോന്നിയ പോലെ തുറന്നിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ കസേരയിൽ പോലും ഒരുത്തും കയറിയിരുന്നു എന്ന് ആക്ഷേപിച്ചവരാണ് അവർ. ആ അരുൺകുമാറാണ് ഇന്ന് വന്നിട്ട് ഇവിടെ ഒരു വേറെ രീതി സംസാരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അന്നൊരു ഉത്തരവിറങ്ങി. അത് ഒരു വർഷം അതിനൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് അന്നത്തെ പ്രസ് സെക്രട്ടറി PT ചാക്കോ ആയിരുന്നു പ്രസ് സെക്രട്ടറി. അപ്പോൾ അന്ന് DYFI എന്ത് ചെയ്തു? ഒരു സമരം നടത്തി. ഈ സമരം നടത്തിയപ്പോൾ അവരുടെ ഒപ്പം കുറച്ച് മാധ്യമപ്രവർത്തകരുടെ പിന്നാലെ DYFI പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ 3-ാം നിലയിൽ അദ്ദേഹത്തിൻ്റെ നോർത്ത് ബ്ലോക്കിലെ 3-ാം നില വരെ എത്തി. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഒരു ബാനറിൻ്റെ പിന്നിലാണ് എന്ന് വെച്ചാൽ ബാനർ പിടിച്ചു എന്നല്ല, മാധ്യമപ്രവർത്തകർ കയറിപ്പോയപ്പോൾ ഇവരും കയറിപ്പോയിട്ട് അവരെ അവിടെ മുദ്രാവാക്യം വിളിച്ചു. അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പെട്ടെന്നൊരു ഓർഡർ ഇറക്കി. അതായത് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ആ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ, അതായത് അക്രഡിറ്റേഷനുള്ള ലേഖകന്മാർക്കുള്ളൊരു നിയന്ത്രണമാണ്. ആ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അത് നടപ്പാക്കാൻ തീരുമാനിച്ചത് PT ചാക്കോ എന്ന പ്രസ് സെക്രട്ടറിയാണ്. അന്ന് തിരുവനന്തപുരത്തെ ഒരുപാട് മുതിർന്ന പത്രലേഖകർ, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആരൊക്കെയാണ് പറഞ്ഞത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർ പറയുകയും എഴുതുകയും ചെയ്തു ഇത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് എഴുതുകയും ചെയ്തു. ഇത് ഉമ്മൻചാണ്ടി അറിഞ്ഞിരുന്നില്ല. 2 മണിക്കൂറേ ആ ഉത്തരവിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 2 മണിക്കൂർ ആ ഉത്തരവ് റദ്ദാക്കി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പത്രപ്രവർത്തകരുടെ ഒരു മറ പിടിച്ചുകൊണ്ട് DYFIക്കാർ അതിൻ്റെ മുകളിൽ സമരം ചെയ്യാൻ കയറി. അതാണ് അന്നത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില നിയന്ത്രണങ്ങൾ വന്നേക്കാം. ഒരു പക്ഷേ എനിക്ക് തോന്നി ബജറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ തീരുമാനം മാറ്റിയേക്കാം. എന്തായാലും മുഖ്യമന്ത്രി ഇതുവരെ ഉത്തരം പറയാത്തത്തോളം കാലം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല.
ഇവിടെ മാധു ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. അതായത് നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ല ഒറ്റ കാര്യം, ഇവിടെ ശ്രീ അരുൺകുമാറിനോട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞോ? അദ്ദേഹം കിട്ടിയ അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ UDF-നെ വിമർശിച്ചു. 20 ദിവസം പ്രായമായ UDF-നെ നോക്കൂ. അരുൺകുമാർ താങ്കൾ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനം നടത്തി ഏതാണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് താങ്കളും പറഞ്ഞു. അതായത് ഇന്നലത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ CPM-ൻ്റെ ആരാ പങ്കെടുത്തത്? കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇല്ലേ? ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെയോ കേന്ദ്ര കമ്മിറ്റി അംഗത്തെയോ നിങ്ങൾ പറഞ്ഞു വിട്ടോ? എന്താ പറഞ്ഞു വിടാതിരുന്നത്? BJP ഭയമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പോയത്. നിങ്ങളാണോ BJP കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറയാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഒരു അധികാരവും ഇല്ല. മാധ്യമ നയത്തെക്കുറിച്ചും പറയാൻ അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യവും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം 6 മാസം കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. ഇന്ന് ഗോവിന്ദ മാഷ് 19 ദിവസം പ്രായമായ ഗവൺമെൻറ്റിനെ വിലയിരുത്തി പറഞ്ഞ നല്ല തമാശ, മുനമ്പം, അതുപോലെ തന്നെ വേറെ എന്താ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു വിലയിരുത്താൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീ അരുൺകുമാർ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, UDF-ന് നയമുണ്ട്, മാധ്യമ നയമുണ്ട്, അതുപോലെ ജനങ്ങളെ പ്രവേശിപ്പിക്കുന്ന നയമുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാർ എന്തിനെങ്കിലും ഉടക്കിടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തടയേണ്ട ബാധ്യതയും ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ചില നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്ക് അടച്ചുവിടുകയല്ല. നിങ്ങൾക്ക് ധൈര്യമായി കയറി ചെല്ലാം, DYFIക്കാർക്കും ധൈര്യമായി കയറി ചെല്ലാം. പക്ഷേ കയറി ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി കാലത്ത് ഉണ്ടായിരുന്ന പോലെ താല്പര്യമുള്ള മാധ്യമപ്രവർത്തകരുടെ മറ പിടിച്ചു പോകരുത്, ഡയറക്റ്റ് ആയിട്ട് പോകണം. ശരി, പ്രതിഷേധങ്ങൾക്കെതിരെയാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിമാനത്തിൽ വരെ കാര്യമുള്ള പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസുകാരും ഒക്കെയാണ് പറയുന്നത് എന്ന് ആലോചിക്കുകയായിരുന്നു. എവിടെയൊക്കെ പ്രതിഷേധിക്കാം, എത്ര കണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നോക്കിയിട്ടാണോ രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ശരി, ശ്രീ എ സജീവൻ, ഈ കേരള രാഷ്ട്രീയത്തിൽ സമഗ്രമായൊരു മാറ്റം വരുത്തും, ഞങ്ങളുടെ നയം വേറെയാണ്, ഞങ്ങളുടെ മുഖം വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലേറിയത്. ഇപ്പൊ നോക്കൂ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസിനെയും UDF-നെയും ഈ തവണ അധികാരത്തിലേറ്റുന്നതിൽ ഏറ്റവും നിർണായകമായൊരു വിഷയമായിരുന്നു. തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, പുകഴ്ത്തുക കൂടി ചെയ്യുകയും ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിനെ കടുത്ത ഭാഷയിൽ തന്നെ കണ്ടു രാഷ്ട്രീയ കേരളം എന്നതിന്റെ കൂടി വിധിയെഴുത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എല്ലാവരുടെയും തന്നെ അഭിപ്രായം എന്ന് തോന്നുന്നു. ആ അഭിപ്രായത്തിലേക്ക് CPM-ഉം എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിമർശിക്കേണ്ടതുണ്ട്, കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടതുണ്ട് എന്ന തീരുമാനം പാർട്ടി എടുക്കുകയും P ജയരാജനും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇത് അവനവന്റെ റോളിൽ എത്തുമ്പോൾ നിലപാടിൽ യൂടേൺ അടിക്കുക, അതായത് പ്രതിപക്ഷത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു പൊളിച്ചെഴുത്ത് CPM-നും ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ ഒരു പൊളിച്ചെഴുത്ത് കോൺഗ്രസിനും ഇത്രയും കാലം സ്വീകരിച്ച കാര്യങ്ങളിൽ വരികയാണോ? അത് ദൃശ്യമാണോ? തീർച്ചയായും. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സ്വരം, ഭരണപക്ഷത്തെത്തുമ്പോൾ മറ്റൊരു സ്വരം. അത് തിരിച്ചും പറയാം. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു സ്വരം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു സ്വരം. ഇതാണിപ്പോൾ നമ്മൾ പച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലരും ഇപ്പോൾ വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ്. ഇതിനൊക്കെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ എന്ത് അർത്ഥത്തിലാണ് ന്യായീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ UDF-ൻ്റെ കാര്യത്തിലാണെങ്കിലും LDF-ൻ്റെ കാര്യത്തിലാണെങ്കിലും പറയാം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം ഒരു കാലത്ത് അതിരൂക്ഷമായിട്ട്, അതായത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് CPM-നെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. കേരളം മുഴുവൻ നടന്ന് CPM-നെ വിമർശിച്ചിരുന്നു. അന്ന് സത്യത്തിൽ പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അന്ന് സത്യത്തിൽ പിണറായിയുടെ ഒരു ശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നത് എൻ്റെ ഒരു പുസ്തകം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ എഴുതിയ, ഈ വെള്ളാപ്പള്ളിയെപ്പോലുള്ള ആളുകളൊക്കെ ശ്രീനാരായണ ഗുരുവിനെ വിറ്റ് തിന്നതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം, അത് മുതലാണ് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഭരണത്തിലെത്തിയപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും എവിടെയും എത്താതെ നിൽക്കുകയാണ്. അതിനിടയിൽ വെള്ളാപ്പള്ളി സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, സർക്കാർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഇത് വളരെ തെറ്റായ കാര്യം. ഏറ്റവും അവസാനം അദ്ദേഹം ചെയ്തത് ന്യായീകരിച്ചിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. മഞ്ചേരിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, അവിടെ എന്തായിരുന്നു? മഞ്ചേരിയിൽ വളരെ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സാമൂഹ്യ സംഘടനാ നേതാവോ പറയാൻ പാടില്ലാത്ത അത്രയും മോശമായ വർഗീയ പരാമർശങ്ങളാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയത്. എന്നിട്ട് അപ്പോഴൊന്നും അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ളതിൽ ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറേ വിമർശനം വന്നപ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെതിരെയാണെന്ന് പറഞ്ഞു. ഈ നിലപാടിനെ അന്ന് തള്ളിപ്പറയാതിരുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ പരാജയത്തിന്, LDF-ന് ഉണ്ടായ പരാജയത്തിലെ ഏറ്റവും വലിയ കാര്യം.
അതിപ്പോൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞാനിപ്പോഴും മാധു പറഞ്ഞതുകൊണ്ട് ശക്തമായിട്ട് ഇവരാരും പ്രതികരിച്ചിട്ടില്ല. ശക്തമായി പ്രതികരിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ പച്ചയായി തള്ളിപ്പറയാൻ തയ്യാറാവണം. വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വർഗീയമായിട്ടുള്ള അവസ്ഥ, രണ്ട് തോണിയിൽ കാല് വെച്ച് പോകുന്ന വേറെ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ? അദ്ദേഹത്തിന് NDAയുടെ ഭാഗമാകും, ഇപ്പുറത്ത് LDFൻ്റെ ഭാഗമാകും. ഇപ്പോൾ ഇങ്ങനെ ഈ രീതി, അതും കഴിഞ്ഞിട്ടിപ്പോൾ UDFലെ മന്ത്രിമാരെ വരെ അനുഗ്രഹിച്ചു വിടാൻ, അതിന് എന്നേക്കാൾ വലിയൊരു UDFൻ്റെ ഗതികേടാണ്. ഈ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായി പറഞ്ഞ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടിയുടെ പല മന്ത്രിമാരും വെള്ളാപ്പള്ളിയുടെ മുമ്പാകെ പോയിട്ട് താണ് വണങ്ങി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമാണല്ലോ, കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ ഈ കണ്ടത്. അപ്പോൾ ഇതാണ് ഒരവസ്ഥ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യം എങ്ങനെയൊക്കെ UDFകാർ വിഴുങ്ങുന്നു, കോൺഗ്രസ്സുകാർ വിഴുങ്ങുന്നു എന്നുള്ളതാണ്. 1000 ചാക്ക് പഞ്ചസാര എന്ന് കടലാസിൽ എഴുതാൻ എളുപ്പമാണ്, പക്ഷെ അത് നക്കിയാൽ മധുരം ഉണ്ടാവില്ല എന്ന് ഇപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇപ്പം ശ്രീകുമാർ പറഞ്ഞല്ലോ, അവിടെ DYFIക്കാർ പത്രക്കാരുടെ മറ പറ്റിപ്പോയിന്ന്, കൊടി എന്നാണ് ബാനറിൻ്റെ പിറകെ പോയിന്നൊക്കെ. എങ്ങനെയാണ്? ഞാനും ഈ അക്രഡിറ്റേഷനുമായിട്ട് ഈ സെക്രട്ടേറിയറ്റിൽ പലതവണ പോയില്ല. എൻ്റെ പാസ് കാണിച്ചാൽ എന്നെ അല്ലാതെ എൻ്റെ ഒപ്പമുള്ള ഒരാളെയും ഇതുവരെ കടത്തിവിട്ടില്ല. അങ്ങനെ കടത്തിവിടുന്ന ചരിത്രവും ഇല്ല. അപ്പോൾ അതിൽ DYFIക്കാർ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി എന്ന ആളുകളുടെ കുഴപ്പമാണ്, അല്ലാതെ പത്രക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിയന്ത്രണം ഇപ്പോഴെന്തിന്? നേരത്തെ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ പറയിപ്പിച്ചതെല്ലാം ഇപ്പം തിരിച്ച്. ഇപ്പം എനിക്ക് വളരെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാനുള്ളത്, ഇത് ഇപ്പോഴത്തെ ഇവരുടെ ബോഡി ലാംഗ്വേജ്, ആ ബോഡി ലാംഗ്വേജാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞങ്ങളുടെ ഇഷ്ടം, മാധുവിനോട് ഇപ്പോൾ പറഞ്ഞെന്താണ്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പലതും ചെയ്യും, നിങ്ങളോട് ചോദിക്കേണ്ട എന്ന് പറയുന്ന ഇത് തന്നെയാണ് കടക്ക് പുറത്ത്. ആ വാക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അത് കടക്ക് പുറത്ത് തന്നെയാണ്. അവരെ ചോദ്യത്തിന് മറുപടി പറയില്ല. അത് ന്യായീകരിക്കുമെന്ന് വിചാരിച്ചിട്ടോ അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അല്ല. ഇത് ഉറക്കെ പറയും, പ്രൊവോക്ഡ് ആകുന്ന സമയത്ത് ഇത് ഉറക്കെ പറയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് എങ്കിൽ പിന്നെ നയവ്യതിയാനമില്ല എന്ന് നാട്ടുകാർക്ക് പച്ചയ്ക്ക് മനസ്സിലാക്കാമല്ലോ. തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ ശരി. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ടെങ്കിലും പ്രതികരിക്കണം. കാരണം അതിനെ ഇപ്പം ശ്രീകുമാരൊക്കെ പറയുന്ന പോലെ അവിടെ ഇവിടെയും തൊടാത്ത രൂപത്തിലൊക്കെ പ്രതികരിക്കാം. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളിൽ ഉണ്ടാവുന്നത്? ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കുക, മാധ്യമപ്രവർത്തകർ അവരെ കാണാതിരിക്കുക, അവരുടെ ചോദ്യങ്ങൾ അവഗണിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രശ്നം. ചോദ്യം ചോദിക്കും, അപ്പോൾ ഉത്തരം പറഞ്ഞേ തീരൂ എന്നാരും പറയുന്നില്ല. നിങ്ങൾ പറയണമെന്നില്ല, നോ കമൻസ് എന്നങ്ങ് പറഞ്ഞ് പോവാമല്ലോ. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. മാധു പറഞ്ഞ പോലെ ഇതൊക്കെ കാണുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് വിചാരിക്കരുത്. പക്ഷെ ഒരു ദയനീയാവസ്ഥ, അത് ഒരുപക്ഷെ ഇവർ വളരെ കൃത്യമായി 5 കൊല്ലത്തേക്ക് ഇനി നിങ്ങളാരും ഞങ്ങളെ തൊടില്ലല്ലോ എന്നാണ് വിചാരം എങ്കിൽ അത് ഒന്നും പറയാനില്ല. കാരണം ഇത് ജനത്തിൻ്റെ ഒരു കഷ്ടപ്പാട് ഇത് തന്നെയാണ്. കാരണം അധികാരത്തിലേറ്റിയാൽ മറ്റവരോടുള്ള വിരോധം, ഇതുവരെ ഭരിച്ചവരോടുള്ള വിരോധം കൊണ്ട് അധികാരത്തിലേറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളല്ല ഞങ്ങളാണ്, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയും. ഇതുവരെ പറഞ്ഞതെല്ലാം എവിടെ? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ PMCയുടെ കാര്യത്തിൽ ഇപ്പം എന്തായി? ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തേക്ക് പോയവർ അതിനേക്കാൾ മറ്റൊരു തീരുമാനമെടുക്കും. കാരണം ഒപ്പിട്ട ആളുകളാണല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ LDF എന്നോ UDF എന്നോ പറയുന്നില്ല. ഇതാണ് സത്യത്തിൽ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തരുത് എന്ന് അപേക്ഷിക്കാൻ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അഡ്വക്കേറ്റ് അനിൽ ബോസെ, ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ തോതിൽ വിമർശനം കോൺഗ്രസ് ഈ വിദ്വേഷ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് CPM തള്ളിപ്പറയുന്നില്ല? മുഖ്യമന്ത്രി പുകഴ്ത്തുന്നു തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചു. അധികാരത്തിലേറിയതിനു ശേഷം കോൺഗ്രസിലെ ഒരു മന്ത്രി അവിടെ പോയി കണ്ട് ശിരസിൽ കൈവച്ച അനുഗ്രഹം തേടുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ സ്വീകരിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയ നിലപാടിന് വിരുദ്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടുത്തിയത് മാത്രമായിരുന്നോ നിങ്ങളുടെ നിലപാടുകൾ? ഒന്ന്, ഞാൻ ഇന്നലെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും പ്രതികരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ സംസാരിച്ചത്, ഞങ്ങൾക്കാരോടും വയലന്റ് ആകേണ്ട കാര്യമില്ല, ഞങ്ങൾക്കാരോടും വാശി വെക്കേണ്ട കാര്യമില്ല. 10 വർഷത്തെ ദുരിത ഭരണത്തിൽ നിന്നും ഒരു മാറ്റം വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ സമീപിക്കുന്നത്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്.
ജനങ്ങളോട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള മാനിഫെസ്റ്റോയെ കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഓരോ കാര്യങ്ങളും വേഗത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. 20 ദിവസം പിന്നിടാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് അടക്കം അവതരിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പം A to Z കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അനിയന്ത്രിതമായ ആൾക്കൂട്ടം കടന്നു വരുമ്പോൾ അവർക്ക് ആവശ്യങ്ങളുണ്ട്, അവരെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ആ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നേരത്തെ നിലനിന്നിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും തമസ്കരിച്ച് വാശിയോടുകൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് പ്രതിരോധം തീർക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലേക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ നിലയിൽ തന്നെ നേരിട്ടത്, ആ നിലയിൽ തന്നെ സംസാരിച്ചത്. ഇവിടെ ശ്രീ സജീവൻ പറഞ്ഞു, എന്താ ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞു, ഇപ്പോൾ അതെല്ലാം അവർ ചെയ്തതിനേക്കാൾ മോശമായി ചെയ്യുന്നു. ഏത് കാര്യമാണ്, ഏത് കാര്യത്തിലാണ് ഞങ്ങൾ മോശമായി ചെയ്തത്? നിങ്ങൾ പറ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ആകമാനം ലഹരി വ്യാപനമായിരുന്നു. നിരവധി കുട്ടികൾ, എത്രയോ ആളുകൾ അതിന് അഡിക്റ്റായി വളരെ ദുരിതം ഈ കേരളം കണ്ടു. അതിനെതിരെ കഴിഞ്ഞ ഈ 20 ദിവസം കൊണ്ട് കേരളം കാണുന്ന എന്താ, ഇന്ത്യ കാണുന്ന എന്താ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കാത്ത നിലയിലാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രത്യേകമായ ഒരു സെക്കൻഡ് ദൈവത്തെ ഓർത്ത് ഞാനൊന്ന് പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ ഇടപെട്. ജനങ്ങൾ കാര്യങ്ങൾ അറിയട്ടെ എന്ന്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം, ആയിരക്കണക്കിന് കേസുകൾ എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കുക. എറണാകുളത്ത് ഒരു സ്ഥലത്ത് അണലിയ വരെ വെച്ച് ലഹരി വിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ വരെ കടന്നു കയറി കയ്യാമം വെക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നു. കേരളം കയ്യടിയോടുകൂടി സ്വീകരിക്കാമെന്ന് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകളെ കേരളം ജനം ഒന്നടങ്കം കൈയടിക്കുകയാണ്. ഇത് ശക്തമാക്കണം, അതിന് ജനങ്ങളുടെ പിന്തുണ വരികയാണ്. ഇത് വലിയ ഒരു മാസ് മൂവ്മെന്റായി മാറുകയാണ്. ഇത് ചെറിയ കാര്യമാണോ? ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ കെ മുരളീധരൻ ആശുപത്രികളിലെ രോഗികൾ അനുഭവിക്കുന്ന ദുരവസ്ഥകൾ മനസ്സിലാക്കി അതിനെതിരെയുള്ള കരുതൽ, അതുപോലെ തന്നെ ഹോട്ടലുകളിൽ അവിടെയുള്ള ശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, അങ്ങനെ ഓരോ മേഖലയിലും വലിയ പരിഷ്കാരങ്ങളുമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ, സഹകരണ വകുപ്പ് മന്ത്രി എന്നുള്ള എം ലിജുവിന്റെ കൃത്യമായ ഇടപെടലുകൾ നിങ്ങൾ നോക്കൂ. ഈ സമൂഹത്തെ കാർന്നു നിന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം, ഓപ്പറേഷൻ തണ്ടർ, അത് വെറുതെ പ്രഖ്യാപനമല്ലത്, ഇതെല്ലാം വളരെ കൃത്യമായ നടപടികളാണ്. അങ്ങനെയുള്ള നടപടികൾ ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി. അതിന്റേതായ പരിമിതികളുണ്ട്. സ്വാഭാവികമായിട്ടും ആ ബഡ്ജറ്റ് അവതരണത്തിന്റെ തിരക്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ദിവസം തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയില്ല. 20 ദിവസമായുള്ളൂ. ഒരു സെക്കൻഡ് മാധു, നിങ്ങൾ എനിക്കിനി സമയം തരണ്ട. അങ്ങ് ഈ പറയുന്ന മുഴുവൻ മന്ത്രിമാരുടെയും വകുപ്പുകളുടെ ഞാൻ വളരെ കാര്യമായി ചോദിച്ച ഒരു കാര്യത്തിന് ഇന്നലെ പറഞ്ഞുകൊണ്ട് ഇന്ന് മിണ്ടില്ല എന്ന് പറയുന്നു. അല്ല, ഞാൻ പറയാലോ, വീണ്ടും ആവർത്തിക്കണമെങ്കിൽ പറയാം. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ശമ്പളം പറ്റുന്ന ആളല്ല, നിങ്ങൾ അറിയാൻ പറയുക. അദ്ദേഹം SNDP യോഗത്തിന്റെ 30 വർഷമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ പറയുക, 30 വർഷക്കാലമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൊലക്കേസിൽ പ്രതിയാണെങ്കിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് ജയിലടക്കണമെന്നേ. അദ്ദേഹം വർഗീയത വിളമ്പിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് ജയിലടക്കണമായിരുന്നേ. മനസ്സിലായില്ലേ? SNDP യോഗത്തിന്റെ അംഗമായിട്ടുള്ള ആ സമുദായത്തിൽ ജനിച്ച ഒരാൾ ജയിച്ച് തനിക്കൊരു അവസരം കിട്ടിയപ്പോൾ 30 വർഷമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളെ കാണാൻ പോയത് അയിത്തൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? വിയോജിപ്പുള്ളവരുണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതിനെതിരായ പ്രതിരോധം ഉണ്ടാവും. മനസ്സിലായില്ലേ? അല്ല, വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ഒരാളെ കേരളത്തിൽ ഏത് മന്ത്രിയും കാണുന്നതിൽ ഒരു തെറ്റുകൊണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. കാണും. പിന്നെ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്ന കേൾക്കൂ. ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ ചോദിക്കൂ. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും NSS ജനറൽ സെക്രട്ടറി ആണെങ്കിലും കാന്തപുരമാണെങ്കിലും മറ്റേതൊരു വ്യക്തിയാണെങ്കിലും അവരെ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ ആളുകൾ കാണുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരെന്തെങ്കിലും അനീതി കാണിച്ചാൽ അവർക്കെതിരെ കാർക്കശ്യമുള്ള നടപടികൾ സ്വീകരിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഒരു സമുദായ നേതാവിനെയും കാറിൽ കയറ്റിക്കൊണ്ട് പോയിട്ടില്ലെന്നേ. അങ്ങനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകാൻ പാടില്ലല്ലോ. അവരെ കാണുന്നതും ചർച്ച ചെയ്യുന്നതും അവരെ ബഹുമാനിക്കുന്നതും തെറ്റാണ് ഞങ്ങൾ പറയുന്നില്ല. മനസ്സിലായില്ലേ? ഒരു ഇരട്ടത്താപ്പുമില്ല. വർഗീയതയുടെ വിത്തുപാകുന്ന സന്ദർഭത്തിൽ ഒരു മുഖ്യമന്ത്രി അത് ചെയ്തതിനാണ് വിമർശിക്കപ്പെടുന്നത്. ഒരു സ്ഥലത്ത് വെച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു. അതും വീട്ടിൽ ചെന്ന് കയറി കണ്ട് അനുഗ്രഹം വാങ്ങുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം?
വലിയ വ്യത്യാസമുണ്ട്. ഒരു മുഖ്യമന്ത്രി നാട്ടിൽ വർഗീയതയുടെ വിത്തുവാകുന്ന ഒരു പരാമർശം ഉണ്ടാകുന്ന വിവാദം ഉയർന്നു വരുമ്പോൾ അതിന് നടപടി സ്വീകരിക്കേണ്ട ആളാണ്. മനസ്സിലായില്ലേ? ആ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിമർശിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ അതല്ല. ഇവിടെ പരാമർശത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി കേസെടുക്കുമോ? ശരി, CPM ചെയ്യാത്തത് നിങ്ങൾക്ക് എതിർപ്പുണ്ട്. നിങ്ങൾ SIT രൂപീകരിച്ച പരാമർശം കേസെടുക്കുവോ? അല്ല, പരാതികൾ വരട്ടെ. പരാതികൾ വരാതെ നമുക്ക് ഏകപക്ഷപ്പെട്ട ആളുകൾക്ക് കേസെടുക്കുക. പരാതികൾ വന്നാൽ ഏത് വിഷയത്തിൽ പരാതി വന്നാലും കേസെടുക്കാത്തതെങ്കിലോ? അല്ല, ഏത് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന് പരാതിയുണ്ട്. ഇത് കേൾക്കൂ, ഞാൻ ഓർമ്മിപ്പിക്കാം. യൂത്ത് കോൺഗ്രസിന് പരാതിയുണ്ട്. പരാതി വരട്ടെ. പരാതി വന്നാൽ നടപടി സ്വീകരിക്കും മുഖ്യമന്ത്രി മുൻപാകെ. ഇന്നത്തെ ആഭ്യന്തരം പറയട്ടെന്ന് നിങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായി പറയാന്നേ. നിങ്ങൾ പറയുന്നത് ഞാൻ മറുപടി പറയുന്നുണ്ട്, ആളുകൾ കേൾക്കട്ടെ. മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ വെള്ളാപ്പള്ളി നടേശനെതിരെ എന്നല്ല, ഏതൊരു വ്യക്തിക്കെതിരെ പരാതി കിട്ടിയാലും അവർ ക്രിയാത്മകമായി പ്രതികരിച്ചിരിക്കും. സത്യത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കും. നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടിയും സ്വീകരിക്കും. മനസ്സിലായില്ലേ? അതിന് വെള്ളാപ്പള്ളി നടേശന് പ്രത്യേകത ഒന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനായാലും ആരായാലും. ഓക്കെ, ശ്രീ കെ സരൺകുമാർ, ഈ ചെന്ന് കണ്ട അനുഗ്രഹം വാങ്ങുന്നതിലെയും കാറിൽ കയറ്റുന്നതും തമ്മിലുള്ള മുദ്രാ വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ശ്രീ N ശ്രീകുമാർ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഏതാണ്ട് DYFIക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് കയറിയതുകൊണ്ടാണ് അവിടെ നിയന്ത്രണം ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്ന്. അത് തെറ്റിദ്ധരിപ്പിക്കില്ലേ? നിങ്ങളിങ്ങനെ ഇത്ര പരിചയമുള്ള ആളല്ലേ? അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സെക്രട്ടേറിയറ്റിലേക്ക് കയറിയത് അന്ന് സരിതയും ടീമും ആ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ടീമാണ്. അതിലെ പ്രതികളെ കൃത്യമായി പരവതാനി വിരിച്ച് സ്വീകരിച്ചത് ജിക്കു ജോപ്പൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫൊക്കെയാണ്. അതുപോലെ തന്നെ ഏതോ ഒരു മാനസിക രോഗി അടക്കം മുഖ്യമന്ത്രിയുടെ കസേരയിൽ അന്നത്തെ കാലത്ത് കയറി എന്നൊക്കെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും വാർത്തയുണ്ട്. അതുകൊണ്ട് ആ ഉമ്മൻചാണ്ടിയുടെ ഭരണം ഒന്നും നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിപ്പിക്കല്ലേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ഏതെല്ലാം തരത്തിൽ ഈ 20 ദിവസത്തിനുള്ളിൽ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. അത് ശ്രീ N ശ്രീകുമാറും പറഞ്ഞു. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രൂപത്തിൽ കോൺഗ്രസ് പ്രതിനിധി പറയാൻ തയ്യാറാകാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇത് 20 ദിവസം കൊണ്ട് ഒരു സർക്കാരിനെ വിലയിരുത്തുന്നവർ ഞങ്ങൾ അതിനൊന്നും പോയില്ല. നമ്മുടെ മുന്നിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രചരണം നടത്തി. ഇപ്പൊ എന്താ പറയുന്നത്? പോലീസിന്റെ ഹെലികോപ്റ്റർ. ആ പ്രയോഗത്തിലൊക്കെ വന്നിരിക്കുന്ന മാറ്റം നമ്മൾ കണ്ടില്ലേ? 5 പേരെ ആന ചവിട്ടിക്കൊന്നപ്പോ എന്താ പറയുന്നത്? മുഖ്യമന്ത്രി മാറിയത് ആനയെ അറിഞ്ഞിട്ടുണ്ടാവില്ല, മാന്ത്രിക വിദ്യയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്ന പ്രതികരണമൊക്കെ കേരള ജനത കേൾക്കുന്നുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നോ ഇപ്പൊ എങ്ങനെയാണ് അത് വിലയിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു തരത്തിലുള്ള വിലയിരുത്തലല്ല നടത്തിയത്. പിന്നെ ശ്രീ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായി ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയിൽ ഞങ്ങൾ നിഷേധക്കുറിപ്പും അത് ശരിയല്ലെന്നും കേരളത്തിന്റെ മതനിരപേക്ഷ കേരളത്തിന് യോജിച്ചതല്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. പക്ഷേ അത്തരത്തിൽ ഉള്ള അഭിപ്രായത്തെക്കാൾ കൂടുതൽ ദൃഢമായ ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് എന്ന് റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ഞങ്ങളുടെ കുറവായി ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. ആ കുറവ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. അതുപോലെ മറ്റു കാര്യങ്ങളിലെല്ലാം കൃത്യമായി തന്നെ ഞങ്ങൾ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്താണ് കാറിൽ കയറ്റിയത്? ഒരു 200 മീറ്റർ ദൂരം പോകുമ്പോൾ ഞാനുമുണ്ട്, 2 കാർ പോകണ്ട. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും പ്രായമുള്ള ഒരാൾ കയറാൻ തയ്യാറായപ്പോ അത് നിഷേധിച്ചില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പൊതുസമൂഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം ആക്രമിച്ചവർ, അന്നെല്ലാം നുണ പ്രചരിപ്പിച്ചവർ, അന്നെല്ലാം പുറത്ത് പറയാൻ പറ്റാത്ത പ്രചരണം നടത്തിയവർ ഇപ്പൊ പോയി തൊഴുതു നിൽക്കുമ്പോഴും അതേ വെള്ളാപ്പള്ളിയുടെ മകനെ സ്വീകരിക്കുന്നതും മന്ത്രി അങ്ങോട്ട് പോയി കാണുന്നതും ഇങ്ങോട്ട് വന്ന് കാണുന്നതും എല്ലാം പൊതുസമൂഹം കാണുന്നുണ്ട്. അന്ന് പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ വിമർശിച്ചതെല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇത് വിലയിരുത്തിക്കോട്ടെ. ഇത്രേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളൂ. Debate with Madhu Saji.